അയ്യോ ഞാൻ പോകില്ല, അമ്മച്ചിയാണ് പോകില്ല, ഭരണിക്കാവ് മുത്തപ്പനാണ് പോകില്ല. ഇന്നലെ കോട്ടയത്ത് മുഴങ്ങിക്കേട്ട വിലാപമാണ്. ആരുടേതാണെന്നറിയണ്ടേ? സാക്ഷാൽ കേരള കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പൻ പി ടി ചക്കോയുടെ പുത്രൻ പി സി തോമസിൻ്റെ വിലാപമാണ്. പി സി തോമസ് പാലാ വഴി പോയപ്പോൾ പഴയ സ്നേഹവും ബന്ധവുമൊക്കെ ഓർത്ത് കെ എം മാണിയുടെ വീട്ടിലൊന്ന് കയറിപ്പോയി. അതിനാണ് കോട്ടയം ടൗണിലും തെന്നക്കര മൈതാനത്തുമൊക്കെ പരദൂഷണം പരന്നത് പി സി തോമസ് കേരള കോൺഗ്രസ് പാർട്ടി വിടുന്നുവെന്ന്. 1 മണിക്കൂർ കൊണ്ട് കോട്ടയം, ഇടുക്കി ജില്ലകളിലാകെ ഈ പരദൂഷണം വ്യാപകമായി പ്രചരിച്ചു. ഒടുവിൽ കോട്ടയത്ത് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ആ പാവത്തിന് ആണയിട്ട് പറയേണ്ടി വന്നു, പാർട്ടി മാറുന്നില്ലെന്ന്. ഇതാ പറയുന്നത്, അബദ്ധത്തിൽ പോലും ആരുടെയും വീടുകളിലൊന്നും കയറിയേക്കരുത്. പാലായിൽ കെ എം മാണിയുടെ വീട്ടിൽ താൻ പോയത് അദ്ദേഹത്തിൻ്റെ ചരമദിനമായതുകൊണ്ടാണ്. മാത്രമല്ല, തൻ്റെ പിതാവ് പി ടി ചക്കോയുടെ സഹോദരിയാണ് കെ എം മാണിയുടെ ഭാര്യ കുട്ടിയമ്മ. അതായത് പി ടി ചക്കോയുടെ അമ്മയുടെ അനുജത്തിയുടെ മകൾ. അവർ തീർത്തും സുഖമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് സന്ദർശിക്കുവാൻ പോയത്. ജോസ് കെ മാണിയുടെ മാതാവാണെന്നുള്ളതിനാൽ മറ്റെന്തോ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് താൻ പോയതെന്ന രീതിയിൽ പ്രചരിക്കപ്പെട്ട വാർത്ത പൂർണ്ണമായും തെറ്റാണ്. നിങ്ങളാരും അത് വിശ്വസിക്കരുത്. ജോസ് വീട്ടിലില്ലെന്നും കോട്ടയത്താണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. മുമ്പ് പലവട്ടവും അവിടെ പോയിട്ടുണ്ട്. പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന താൻ തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി കഴിയുന്നത്ര പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും മറ്റൊരു രാഷ്ട്രീയ ചിന്താഗതിയോ മാറ്റമോ തനിക്കില്ലെന്നും പി സി ആണയിട്ട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പോയതിൽ ഔചിത്യക്കുറവ് തോന്നുന്നില്ല. താനിപ്പോഴും പി ജെ ജോസഫ് ചെയർമാനായ പാർട്ടിയിലെ രണ്ടാമനാണ്. തനിക്ക് താഴെയാണ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് പോലും. അങ്ങനെയുള്ള ഞാൻ വേറെ പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുമോ? ഇതാണ് മാധ്യമപ്രവർത്തകരോട് പി സി തോമസ് ചോദിച്ചത്. കാര്യമൊക്കെ കൊള്ളാം, എല്ലാം ശരിയാ, പി സി തോമസ് പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ പി സി തോമസ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും മനസ്സിലിരിപ്പ് വേറെയായിരുന്നു. ജോസ് കെ മാണി വീട്ടിലില്ലായിരുന്നുവെന്നറിഞ്ഞത് അവിടെ ചെന്നപ്പോൾ മാത്രമാണ്. ഉണ്ടായിരുന്നാൽ രാഷ്ട്രീയം സംസാരിക്കാമായിരുന്നു, അംഗവും കാണാം, താളവും ഒടിക്കാമായിരുന്നു എന്ന ചിന്തയിലാണ് അവിടെ പോയത്. കുറച്ച് നാളായി ജോസഫുമായി അത്ര സുഖത്തിലല്ല. ലയന സമയത്ത് കോട്ടയം പാർലമെൻറ്റ് സീറ്റ് നൽകാമെന്ന് പി ജെ ഉറപ്പ് കൊടുത്തിരുന്നു. ഒടുവിൽ കാലുമാറി ഫ്രാൻസിസ് ജോർജിന് കൊടുത്തു. ഇത് പി സിയെ ചൊടിപ്പിച്ചു. അതേസമയം പി സി തോമസ് എത്ര കയറി ഇറങ്ങിയാലും, സാക്ഷാൽ കെ എം മാണിയും കുട്ടിയമ്മയും പറഞ്ഞാലും പി സി തോമസിനെ കൂടെ കൂട്ടാൻ ജോസ് കെ മാണി തയ്യാറാവില്ല. വേലിയിലിരിക്കുന്ന പാമ്പിനെ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തോളിലെടുത്ത് വയ്ക്കുമോ? സ്വന്തവും ബന്ധവുമൊക്കെ അങ്ങ് തറവാട്ടിൽ, പാർട്ടി വേറെ, തറവാട് വേറെ. അതാണ് ജോസ് കെ മാണിയുടെ പ്രഖ്യാപിത മുദ്രാവാക്യം.